ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് അവന്റെ പാപത്തോട് അവൻ വിട പറയണം. അവൻ ലോകസ്നേഹത്തോട് വിട പറഞ്ഞ് യഥാർത്ഥമായ മാതൃകയുള്ള സത്യസന്ധതയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം അവൻ നയിക്കുവാൻ വിധേയപ്പെടണം. അതാണ് യഥാർത്ഥത്തിലുള്ള ഏറ്റവും നല്ല ജീവിതം എന്ന് പറയുന്നത്. അത് അനുഭവിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുപക്ഷെ ഒത്തിരി പണം അവരുടെ കയ്യിൽ കണ്ടെന്ന് വരത്തില്ല, ഒത്തിരി കൊള്ള നടത്തിയതൊന്നും അവരുടെ കയ്യിൽ കണ്ടെന്ന് വരത്തില്ല, തട്ടിപ്പും വെട്ടിപ്പിലൂടെ നേടിയതൊന്നും അവരുടെ കയ്യിൽ കണ്ടെന്ന് വരത്തില്ല, അഴിമതികളിലൂടെ നേടിയെടുത്തതോ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിയതോ ഒന്നും അവരുടെ കയ്യിൽ കണ്ടെന്ന് വരത്തില്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ കഞ്ഞിയേ ഉള്ളെങ്കിലും അല്പമേ ഉള്ളെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ളെങ്കിലും വലിയ ബംഗ്ലാവുകളൊന്നും ഇല്ലെങ്കിലും വ്യക്തിപരമായി അവർ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥതയുണ്ടാകും, വ്യക്തിപരമായി അവർ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ടാകും, വ്യക്തിപരമായി അവർ അനുഭവിക്കുന്ന ഒരു സുരക്ഷിതത്വം ഉണ്ടാകും. ആ സുരക്ഷിതത്വം മനുഷ്യനിലല്ല, ആ സുരക്ഷിതത്വം മതത്തിലല്ല, ആ സുരക്ഷിതത്വം വ്യക്തികളിലല്ല, ആ സുരക്ഷിതത്വം വെളിച്ചമാകുന്ന യേശുക്രിസ്തുവിൽ മാത്രമാണ്.